നൈറ്റ് റൈഡേഴ്സ് IPL ഫൈനലിൽ പ്രവേശിച്ചു. ആദ്യ ക്വാളിഫയറിൽ ഹൈദരാബാദിനെ 8 വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഫൈനൽ പ്രവേശം. ശ്രേയസും വെങ്കടേഷും അർദ്ധ സെഞ്ചുറി നേടി. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഹരി ഗോവിന്ദ് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. ഹരി, ആവേശം നിറഞ്ഞ പോരാട്ടമായിരുന്നോ? രശ്മ, IPL-ൽ ആദ്യ ഫൈനലിസ്റ്റുകൾ ആരെന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമായിരിക്കുകയാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആദ്യ ഫൈനലിസ്റ്റുകളായി യോഗ്യത നേടിയിരിക്കുന്നു. ആദ്യ ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 8 വിക്കറ്റിന് തോൽപ്പിച്ചാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫൈനലിനുള്ള ടിക്കറ്റ് നേടിയത്. നമുക്കറിയാം, കൊൽക്കത്തയുടെ 4ാം ഫൈനലാണിത്. മുൻപ് 3 തവണ കൊൽക്കത്ത ഫൈനലിൽ കളിച്ചിരുന്നു. അതിൽ 2 തവണ ഗൗതം ഗംഭീറിന്റെ കീഴിൽ 2012-ലും 2014-ലും കൊൽക്കത്ത കിരീടം ചൂടിയിരുന്നു. ഇത് കൊൽക്കത്തയുടെ 4ാമത്തെ ഫൈനലാണ്. ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ തീരുമാനം തെറ്റായി പോയി എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു ഹൈദരാബാദിന്റെ ബാറ്റിംഗ് തുടങ്ങിയത്. പവർ പ്ലേയിൽ തന്നെ ഹൈദരാബാദിന് 4 വിക്കറ്റ് നഷ്ടമായി. മിച്ചൽ സ്റ്റാർക്ക് 3 വിക്കറ്റ് നേടിയ മിച്ചൽ സ്റ്റാർക്ക് ഹൈദരാബാദിന്റെ ബാറ്റിംഗ് നിരയെ തകർത്തെറിയുകയായിരുന്നു. പിന്നീട് രാഹുൽ ത്രിപാഠിയും ഹെൻറി ക്ലാസനും നടത്തിയ ഒരു പോരാട്ടമാണ് ഹൈദരാബാദിന്റെ സ്കോർ ഒരു ഭേദപ്പെട്ട നിലയിലേക്ക് എത്തിച്ചത്. ത്രിപാഠി ഹൈദരാബാദിനായി അർദ്ധ സെഞ്ചുറി നേടി. പിന്നീട് മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കൊൽക്കത്തയ്ക്കായി മികച്ച തുടക്കമാണ് റഹ്മനുള്ള ഗുർബാസും സുനിൽ നരൈനും നൽകിയത്. പവർ പ്ലേയിൽ മികച്ച രീതിയിൽ റൺസ് കണ്ടെത്താൻ 2 താരങ്ങൾക്കും സാധിച്ചിരുന്നു. പിന്നീട് 2 താരങ്ങളും അടുത്തടുത്ത ഓവറിൽ പുറത്തായെങ്കിലും പിന്നാലെ എത്തിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും വെങ്കടേഷ് അയ്യരും ചേർന്നൊരു മികച്ച പാർട്ണർഷിപ്പ് പടുത്തുയർത്തുകയായിരുന്നു. 2 താരങ്ങളും കൊൽക്കത്തയ്ക്ക് അർദ്ധ സെഞ്ചുറി നേടി. ഇവരുടെ മികവിൽ തന്നെയാണ് കൊൽക്കത്ത ഒരു അനായാസ ജയം സ്വന്തമാക്കിയത്. 2 വിക്കറ്റ് നഷ്ടപ്പെട്ടപ്പോൾ കൊൽക്കത്ത പരാജയത്തിലേക്ക് പോകുമോ എന്നൊരു തോന്നൽ വന്നെങ്കിലും 2 താരങ്ങളും ചേർന്ന് മികച്ചൊരു പാർട്ണർഷിപ്പ് കൂട്ടിച്ചേർക്കുകയായിരുന്നു. അങ്ങനെ അനായാസ ജയം കൊൽക്കത്തയ്ക്ക് സമ്മാനിച്ചു. ഇന്ന് തോറ്റെങ്കിലും ഹൈദരാബാദിന് ഇനി ഒരു അവസരം കൂടി ഫൈനലിലേക്ക് എത്താനായിട്ടുണ്ട്. കാരണം പോയിന്റ് പട്ടികയിൽ ആദ്യ 2 സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു എന്നൊരു അഡ്വാൻറ്റേജ് ഉള്ളതിനാൽ നാളെ നടക്കുന്ന എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ ബാംഗ്ലൂർ മത്സരത്തിലെ വിജയികളെ കൊൽക്കത്തയ്ക്ക് ക്വാളിഫയർ 2-ൽ നേരിടാനുള്ള ഒരു അവസരം ലഭിക്കും. അങ്ങനെയാണെങ്കിൽ ഹൈദരാബാദിന് ആ മത്സരത്തിൽ വിജയിക്കാനാവുകയാണെങ്കിൽ വീണ്ടും കൊൽക്കത്ത ഹൈദരാബാദ് ഒരു ഫൈനൽ കൂടി നമുക്ക് കാണാൻ സാധിക്കും. രേഷ്മ.